ശ്രീ ആർ വി ബാബു, ഇവിടെ ദേവസ്വം ബോർഡ് എന്നുള്ള ഒരു ഭരണ സംവിധാനമില്ലാതെ ക്ഷേത്രങ്ങൾക്ക് നിലനിൽപ്പില്ല എന്നുള്ള വാദത്തോട് താങ്കൾ എങ്ങനെയാണ് യോജിക്കുന്നത്? നമുക്കറിയാം റിമാൻഡ് റിപ്പോർട്ടിൽ ഏതെല്ലാം വകുപ്പുകളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നുള്ളത്. വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ എന്നിവ ഉൾപ്പെടുമ്പോൾ ആ വ്യാജരേഖ ചമയ്ക്കലിലുൾപ്പെടെ ദേവസ്വം ബോർഡ് അംഗങ്ങളുണ്ട് എന്നുള്ളത് ഏവർക്കും വ്യക്തമാണ്. 2019 ദേവസ്വം ഭരണ സമിതി അംഗങ്ങൾ 8ാം പ്രതിയായിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും. അപ്പോൾ ഈ ദേവസ്വം ബോർഡ് ഭരണ സംവിധാനം തന്നെ നിലനിർത്തണം, അതുതന്നെ വേണം എന്ന് ശാഠ്യം പിടിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഈ അഴിച്ചുപണി അല്ലെങ്കിൽ നല്ല കാര്യകർത്താക്കൾ വന്നാൽ, ഭരണഭർത്താക്കൾ വന്നാൽ ഇതൊക്കെ മാറ്റപ്പെടും എന്നൊക്കെയുള്ളത് ഒരു വൃഥാമോഹം മാത്രമല്ലേ? ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ക്ഷേത്രം ഭരിക്കേണ്ടത് വിശ്വാസികളാണ്, ക്ഷേത്രവിശ്വാസികളാണ്, ഹിന്ദുക്കളാണ്. ഹിന്ദുക്കൾക്ക് ഭരണഘടനാദത്തമായി കിട്ടിയിട്ടുള്ള അവകാശമാണ്. ഹിന്ദുക്കൾക്ക് മാത്രമല്ല, വിശ്വാസികളായിട്ടുള്ള അവർക്ക് ഏവർക്കും നമ്മുടെ ഭരണഘടന അവരുടെ ആരാധനാലയങ്ങൾ ഭരിക്കാനുള്ള അവകാശം കൊടുക്കും. ആരാധനാലയങ്ങൾ സ്ഥാപിക്കാനും അത് നടത്താനുള്ള അവകാശം നമ്മുടെ ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും ഉണ്ട്, ഹിന്ദുക്കൾക്കും ഉണ്ട്. അപ്പോൾ ഇവിടെ കേരളത്തിൽ മാത്രമല്ല മറ്റു പല സ്റ്റേറ്റുകളിലും ഒക്കെ ഉണ്ട്. അത് സർക്കാർ ഭരിക്കുന്ന സംവിധാനമാണ്. സർക്കാർ ഭരിക്കുന്നു ക്ഷേത്രം, ക്ഷേത്ര ഭരിക്കുന്നവരെ നിശ്ചയിക്കുന്നത് സർക്കാരാണ്. ഇവിടെ തന്നെ ആരാണ്? ഇവിടെ ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞ 2016 ശേഷമുള്ള ദേവസ്വം ബോർഡുകളെ ഒക്കെ നിശ്ചയിച്ചത് ആരാണ്? ഇടതുപക്ഷ സർക്കാരാണ്, പിണറായി വിജയന്റെ സർക്കാരാണ്. പിണറായി വിജയന്റെ സർക്കാരിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷമാണ് ദേവസ്വം ബോർഡ് ഭരണാധികാരികളെ നിശ്ചയിച്ചത്. അപ്പൊ ആ ദേവസ്വം ബോർഡ് ഭരണാധികാരികൾ ചെയ്യുന്ന കുഴപ്പത്തിന്റെ ഉത്തരവാദികൾ ആരാണ്? സർക്കാരാണ്. ഇപ്പോ 2019 സ്വർണം നഷ്ടപ്പെട്ടതില് ഉത്തരവാദി ആരാണെന്ന് ചോദിച്ചാൽ യഥാർത്ഥ ഉത്തരവാദി ആരാണ്? ദേവസ്വം ബോർഡ് ഭരണാധികാരികളെ നിശ്ചയിച്ചവർക്ക് ഉത്തരവാദിത്വം ഇല്ലേ? ഉത്തരവാദിത്വമുണ്ട്. അപ്പോ സർക്കാർ ക്ഷേത്രം ഭരിക്കുന്നു എന്നുള്ള സംവിധാനം അത് നമ്മുടെ ഭരണഘടനാ തത്വങ്ങൾക്കെതിരാണ്, നമ്മുടെ മതേതര തത്വത്തിന് തന്നെ എതിരാണ്. സർക്കാർ ക്ഷേത്രങ്ങൾ ഭരിക്കുന്നു, വിശ്വാസികൾ ഭരിക്കട്ടെ. വിശ്വാസികൾ ഭരിക്കുന്നിടത്ത് പ്രശ്നം ഉണ്ടാവാം, അത് അവിടെ അവർ തീർക്കട്ടെ. സർക്കാരിന്റെ തലവേദനയില്ലല്ലോ അത്. ഇവിടെ ക്രൈസ്തവരുടെ ആരാധനാലയങ്ങളിൽ പ്രശ്നമില്ലേ? ക്രൈസ്തവരുടെ ബിഷപ്പിന് വരെ അവരുടെ സ്ഥലം വിറ്റതുമായി ബന്ധപ്പെട്ട് ജോർജ് ആലഞ്ചേരിക്കെതിരെ വലിയ ക്രിമിനൽ ഗൂഢാലോചന നടത്തി പറഞ്ഞിട്ടുള്ള കേസാണ് നൽകുന്നത്. ക്രൈസ്തവരുടെ ആരാധനാലയങ്ങളിൽ പ്രശ്നമുണ്ട്, മുസ്ലിം ആരാധനാലയങ്ങളിൽ തമ്മിൽ പ്രശ്നമില്ലേ? അപ്പൊ അവിടെ ഒന്നും എന്താ ക്ഷേത്രം, അവിടുത്തെ ആരാധനാലയം ഒന്നും ഒരു സർക്കാർ ഏറ്റെടുക്കാറില്ലല്ലോ, അവിടെ സർക്കാരല്ലല്ലോ ഭരിക്കുന്നത്. അപ്പൊ ക്ഷേത്രങ്ങൾ ഭരിക്കുന്ന സർക്കാരിന് എന്താണ് ഇത്രയും ഒരു ആവശ്യം? അപ്പൊ അവിടെ അവരുടെ പൊളിറ്റിക്കൽ ലാവണമാണ് ക്ഷേത്രഭരണം. ദേവസ്വം ബോർഡ് ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും പൊളിറ്റിക്കൽ ലാവണമാണ്. അവരുടെ സ്വന്തക്കാരെ തിരികയറ്റാൻ അവരുടെ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റുകൾക്ക്. നേരത്തെ വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം പറയുന്നത്, ഇടം കിട്ടാത്തവർക്ക് ഇടം കൊടുക്കുന്ന ഒരു ഇടമാണ് ദേവസ്വം ബോർഡ്. അതാണ് ഇപ്പൊ ഇവിടെ സതീഷ് പറയുന്നത്. ഞങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു ദേവസ്വം ബോർഡ് എല്ലാം ശരിയാക്കിയെന്നാണ്. എന്ത് ശരിയാക്കിയെന്നാണ്? ഇപ്പോ അരവണയുടെ കാര്യം പറഞ്ഞു. അരവണ 5 കോടി രൂപയുടെ അരവണ അവിടെ കേടായി. ആരാണ് ഉത്തരവാദി? ഏലക്കായിൽ കീടനാശിനി കലർന്നു എന്ന് പറഞ്ഞിട്ടാണ് അവിടെ 5 കോടി രൂപയുടെ വിലമതിപ്പുള്ള അരവണ കേടായിപ്പോയത്. ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്വം ഉണ്ടോ അക്കാര്യത്തില്? ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ പേരിൽ ചെയ്യപ്പെട്ടോ അക്കാര്യത്തില്? ഇനി അത് 2.5 കോടി രൂപ മുടക്കിയിട്ടാണ് അത് നശിപ്പിക്കാൻ ടെൻഡർ കൊടുത്തിരിക്കുന്നത്. അപ്പോ 7.5 കോടി രൂപ ആർക്ക് നഷ്ടപ്പെട്ടു? പ്രശാന്തിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പണമാണോ? എല്ലാം ഭക്തജനങ്ങൾ സമർപ്പിച്ച പണമാണ്. എന്താ പ്രശാന്തിന് ഉത്തരവാദിത്വം ഇല്ലേ ഇത് നഷ്ടപ്പെട്ടതില്? ഇനി ഇപ്പോഴത്തെ സ്വർണ്ണപ്പാളിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ പണി ഏൽപ്പിച്ചത് ആരാ? അവിടുത്തെ ദേവസ്വം മാനുവൽ ലംഘിച്ച് അത് പുറത്തേക്ക് കൊണ്ടുപോകാൻ ഉത്തരവിട്ടത് ആരാണ്? പ്രശാന്ത് അല്ലേ? അപ്പൊ ഇവർക്കൊക്കെ ഇപ്പോഴെ നേരത്തെ രാധാകൃഷ്ണൻ സാറ് പറഞ്ഞപ്പോ പറയണ്ടേ, ഞാന് പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് നടന്ന ഒരു വലിയ അഴിമതി. അത് ദേവസ്വം മിനിസ്റ്റർ ആയിരുന്ന ശിവകുമാറിന്റെ അനുജൻ ജയകുമാർ നടത്തിയ അഴിമതിയാണ്. 1,87,00,000 രൂപയുടെ അഴിമതിയാണ്. കണ്ടുപിടിച്ചു, ശിക്ഷിച്ചോ ജയകുമാറിനെ? ഇല്ല. ആര് വന്നപ്പോ ശിക്ഷിച്ചു? ഭരണം മാറിയപ്പോൾ പത്മകുമാർ വന്നപ്പോ പിടിച്ചു, വിജിലൻസ് അന്വേഷിച്ച് ജയകുമാറിനെ ശിക്ഷിച്ചു. ഇവിടെ നേരത്തെ പറഞ്ഞ, അതായത് ഭരിക്കുന്ന പാർട്ടിയുടെ തീരുമാനം അനുസരിച്ചിട്ടാണ് ദേവസ്വം ബോർഡിന്റെ നിലപാടുകൾ വരുന്നത്. അപ്പൊ അതാണ് നമുക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതായത് ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട അഫിഡാവിറ്റ് സുപ്രീം കോടതിയിൽ UDF ഒന്ന് കൊടുക്കുന്നു, LDF വരുമ്പോൾ വേറെ ഒന്ന് കൊടുക്കുന്നു. നിലപാട് മാറുകയുള്ളൂ. അപ്പൊ ഭരിക്കുന്ന പാർട്ടിക്കനുസരിച്ച് വിശ്വാസത്തിൽ നിലപാട് മാറുകയുള്ളൂ.
ഇതെല്ലാം ഭരണവുമായിട്ട് പാർട്ടിയുടെ നിലപാടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ക്ഷേത്രങ്ങളുടെ ഭരണം നടത്തേണ്ടത് ഭരിക്കുന്ന പാർട്ടിയുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നിലപാടനുസരിച്ചിട്ടാണോ? ആണെന്നാണല്ലോ നമ്മൾ ശബരിമലയുടെ വിഷയം വന്ന സമയത്ത് നമുക്ക് മനസ്സിലായത്. അപ്പൊ ഇതെല്ലാം വിശ്വാസികൾ തീരുമാനിക്കേണ്ട കാര്യം. പിന്നെ പറഞ്ഞു ഇവിടെ സതീഷ് ഒരു വലിയ കാര്യം പറഞ്ഞത്, അതായത് ഭക്തജനങ്ങൾക്ക് ഭരണസമിതി തെരഞ്ഞെടുക്കാൻ പറ്റില്ല. ഭരണഘടന അനുസരിച്ച്. ഏത് ഭരണഘടന അനുസരിച്ചാ? എന്താ ഇന്ത്യൻ ഭരണഘടനയിൽ ഭക്തന്മാർക്ക് തെരഞ്ഞെടുപ്പ്, അവരുടെ ക്ഷേത്രങ്ങളുടെ ഭരണാധികാരികളെ തെരഞ്ഞെടുക്കാൻ അവകാശമില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? എന്റെ സതീഷ്, താങ്കൾക്ക് ക്ഷേത്രങ്ങളെ കുറിച്ച് ഒരു ചുപ്പ് അറിഞ്ഞുകൂടാന്നുള്ളതാണ് പറയുന്നത്. കേരളത്തിൽ ഇപ്പൊ നിലവിലുള്ള എത്രയോ ക്ഷേത്രങ്ങളിൽ ട്രസ്റ്റികൾ, പ്രൈവറ്റ് ട്രസ്റ്റികൾ മാത്രമേ ഉള്ളൂ. ട്രസ്റ്റീസ് ഇപ്പൊ ആറ്റുകാൽ അമ്പലം, അതുപോലെ കരിക്ക അമ്പലം, അവിടുത്തെ ട്രസ്റ്റീസ് ആണ്. അല്ലാതെ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങൾ അങ്ങനെ ഇല്ല. ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രം അല്ലെന്നേ, പ്രൈവറ്റ് ക്ഷേത്രങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞത്. ദേവസ്വം ബോർഡ് ക്ഷേത്രം അങ്ങനെയല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ? ഞാൻ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെടാൻ തുടങ്ങിയിട്ട് കുറെ വർഷങ്ങളായി, 40-40 വർഷത്തെ പരിചയമുണ്ടെനിക്ക്. അപ്പൊ അതുകൊണ്ട് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ സംവിധാനമല്ല ഞാൻ പറഞ്ഞത്. സ്വകാര്യ ക്ഷേത്രങ്ങളിൽ തെരഞ്ഞെടുപ്പിലൂടെ അവിടുത്തെ ഭരണസമിതി തെരഞ്ഞെടുക്കുന്നു. അതിനൊരു ഇലക്ടറേറ്റ് ഉണ്ടെന്ന്, വോട്ടർ പട്ടികയുണ്ട്. ആ വോട്ടർ പട്ടികയിൽ ആരൊക്കെ വരണം, അതിന്റെ മാനദണ്ഡം എന്താണെന്ന് എഴുതി വെച്ചിട്ടുണ്ടവര്. നിങ്ങൾക്കറിയാം ഗോങ്ങണി ക്ഷേത്രങ്ങൾ എങ്ങനെ നടക്കുന്നത്? ഗോങ്ങണി ക്ഷേത്രങ്ങളിൽ അവർക്ക് കൃത്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയുണ്ട്. ആ വോട്ടർ പട്ടികയിലുള്ളവർക്ക് വോട്ട് ചെയ്ത് അവർക്ക് അവരുടെ ഭരണസമിതി തെരഞ്ഞെടുക്കാൻ പറ്റും. ഞാൻ പറയാം, കൊച്ചി ക്ഷേത്രത്തിൽ എനിക്ക് സ്ത്രീകൾക്ക് അവിടെ വോട്ടവകാശമില്ല. ഗോങ്ങണി ക്ഷേത്രത്തിൽ അവിടെ പുരുഷന്മാർക്ക് മാത്രമേ വോട്ടവകാശമുള്ളൂ. പക്ഷേ നമ്മുടെ എറണാകുളം ക്ഷേത്രത്തിലെ, ഗോങ്ങണി ക്ഷേത്രത്തിലെ എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. വ്യത്യസ്തമായ രീതിയിൽ അത് അവരോട് തീരുമാനിക്കുന്നു. അത് അവരുടെ സ്വാതന്ത്ര്യം. ഞാൻ അതിനെക്കുറിച്ച് സൂചിപ്പിക്കാനല്ല. തെരഞ്ഞെടുപ്പിലൂടെ ക്ഷേത്രങ്ങളുടെ ഭരണം നടത്താം. ഇതിനൊക്കെ കെ പി ശങ്കരൻ നായർ കൃത്യമായ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. നമ്മളത് വായിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല. അതിന് നമ്മളെ പറഞ്ഞ പോലെ വേറെ ഇതിലേക്ക് വളരെ കൃത്യമായ നിർദ്ദേശമുണ്ട് എങ്ങനെ ക്ഷേത്രങ്ങൾ ഭരിക്കണം, ആര് ഭരിക്കണം എന്നതിനെ സംബന്ധിച്ച്. അപ്പൊ ഈ കെടുകാര്യസ്ഥതയ്ക്കൊക്കെ ഉത്തരവാദികൾ ദേവസ്വം ബോർഡാണ്, ഭരിക്കുന്ന ഭരണകക്ഷിയാണ്, ഭരിക്കുന്നവരാണ്. ഹിന്ദു ക്ഷേത്രങ്ങളിൽ മാത്രമാണ് നമ്മളിപ്പോ എത്ര ദിവസമായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? ശബരിമലയെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു, ദേവസ്വം ബോർഡിനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തേ മറ്റു മതസ്ഥാപനങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടി വന്നിട്ടില്ലല്ലോ? എന്തുകൊണ്ടാണ് ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ ഈ തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഇതിനൊരു അവസാനം വേണ്ടേ? ഇതിനൊരു അവസാനം വേണ്ടേ? ഈ ഒരു കാര്യത്തെക്കുറിച്ച് സമഗ്രമായി ഇപ്പോ ചെയ്യാൻ പോകുന്നത് എന്താ? ചെയ്യാൻ പോകുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ദേവസ്വം ബോർഡിലെ ഇത്തരം അഴിമതിയും ബാക്കി പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സർക്കാർ IAS തലത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ ദേവസ്വം ബോർഡിന്റെ, അതായത് ഭരണത്തിൽ നിയന്ത്രിക്കാൻ തക്ക രീതിയിൽ കൊണ്ടുവരും എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? സർക്കാർ കൂടുതൽ സമഗ്രാധിപത്യത്തിലേക്ക് ക്ഷേത്രങ്ങളെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതാണ്. ക്ഷേത്ര ഭരണത്തിൽ സർക്കാർ കൂടുതൽ നിയന്ത്രണം കൊണ്ടുവരുന്നു. അതാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. ക്ഷേത്രത്തിൽ നിന്ന് ഭക്തജന സംഘടനകളെ ഒഴിവാക്കി. നമുക്ക് കാവി, അത് RSSന്റെ ആണെന്ന് മുദ്ര കുത്തിയിട്ട് കാവി കൊടികളൊന്നും ക്ഷേത്രത്തിൽ ഉയർത്താൻ പാടില്ല. കാവി എന്താണ്? കാവിയുടെ ചരിത്രം എന്താണ്? കാവിക്കുള്ള മഹത്വം എന്താണ്? അപ്പൊ അത് RSSന്റെ ആണ്, അത് സംഘപരിവാറാണ്. അതുകൊണ്ട് പാടില്ല. ഹൈന്ദവ സംഘടനകളൊന്നും ക്ഷേത്രത്തിൽ പാടില്ല. ഭക്തജന സംഘടനകൾ പ്രവർത്തിക്കാൻ പാടില്ല. കാരണം എന്തിനു വേണ്ടിയാ? ഇവിടെ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്വം ഏതെങ്കിലും ഒന്നും നിർവഹിച്ചിട്ടുണ്ടോ? ഇവിടെ രാധാകൃഷ്ണൻ സാർ പറഞ്ഞു, ഞാൻ പറഞ്ഞു 32,000 ഏക്കർ ഭൂമി നഷ്ടപ്പെട്ടു ദേവസ്വം ബോർഡുകൾക്ക് കേരളത്തിൽ. 32,000 ഏക്കർ ഭൂമി 950 ശേഷം. അങ്ങ് പറഞ്ഞല്ലോ, അന്നത്തെ പത്മനാഭനും R ശങ്കറും മുതലായിട്ടുള്ള ആളുകൾ ഭരിച്ച കാലഘട്ടത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് അവർ ഭരിച്ചത്. മലബാറിൽ നിന്ന് HRMC ആണ്, മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. മലബാറിൽ മാത്രം 25,000 ഏക്കർ ഭൂമി പോയി. കെ രാധാകൃഷ്ണൻ നിയമസഭയിൽ പറഞ്ഞു 5,000 ഏക്കർ ഭൂമി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനുണ്ട്. ഇപ്പൊ 2,000 ഏക്കറിന് ഓണർഷിപ്പ് ഉള്ളൂ, 3,000 ഏക്കർ പോയി. അതിൽ 550 ഏക്കർ ഇപ്പോഴും നിയമ പ്രശ്നത്തിൽ കുടുങ്ങി കിടക്കുകയാണ്. പറഞ്ഞത് കെ രാധാകൃഷ്ണൻ. 5,568 ഏക്കർ ഭൂമി കൂടെ കുടൽമാണിക്യം ദേവസ്വത്തിനുണ്ട്. ഇപ്പൊ എത്ര ഏക്കർ ഭൂമി ഉണ്ടെന്ന് അറിയാമോ? 5,000 ഏക്കറോളം ഭൂമി പോയി. ആരാണ് ഉത്തരവാദി? ഇത് സംരക്ഷിക്കേണ്ട ചുമതല ആൾക്കാരെ. എന്നിട്ട് ഇവിടെ വന്നിരുന്നിട്ട് നമ്മള് ഈ ഭരണ സംവിധാനത്തിന്റെ കുഴപ്പമല്ല, ചില പ്രശ്നങ്ങൾ രാഷ്ട്രീയക്കാരുടെ പ്രശ്നമല്ല. രാഷ്ട്രീയക്കാർ അത്രയും കുഴപ്പമൊന്നും കാണിച്ചിട്ട് ഇത് ജീവനക്കാരെ അനുസരിപ്പിക്കാൻ കഴിയാത്തവർ ഭരിക്കാൻ പോലെ എഴുതുന്നു. അതിനെ ഭരിക്കാൻ അവർ അർഹരില്ല. ഇതിനെ ആരാണ് മോണിറ്റർ ചെയ്യുന്നത്? ആരാണ് ഈ കാര്യങ്ങൾ? ഇതെല്ലാം ഭക്തജനങ്ങൾ സഹിക്കണം എന്നാണ് ഈ പറയുന്ന കെടുകാര്യസ്ഥത മുഴുവൻ ഭക്തജനങ്ങൾ സഹിക്കണം. ആരെയാണ് ശിക്ഷിക്കാൻ പോകുന്നത്? നിങ്ങൾ ആരെയാണ് ശിക്ഷിക്കാൻ പോകുന്നത്? 4 ദേവസ്വം ബോർഡ് ജീവനക്കാരനെ ശിക്ഷിച്ച ചരിത്രമുണ്ടോ? ഇവിടെ നേരത്തെ പറഞ്ഞു, ഒരു സസ്പെൻഷൻ വന്നാൽ ഉടനെ തന്നെ അതിന് അടുത്ത ഭരണസമിതി വരുമ്പോൾ അത് പിൻവലിക്കും.
ജീവനക്കാരനെ ശിക്ഷിക്കാൻ, മാതൃകാപരമായി ശിക്ഷിക്കാൻ ഇപ്പൊ കെൽപ്പില്ലാത്ത ഭരണകൂടം ആണ് ഓരോ കാലഘട്ടത്തിലും കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ദേവസ്വം ബോർഡിലുള്ളത്. ശരിയാണ്, മന്നത്ത് പത്മനാഭന്റെ ആർ ശങ്കറിനെയും കാലം പറഞ്ഞു. മന്നത്ത് പത്മനാഭൻ ആർ ശങ്കരൻ ക്ഷേത്രത്തിന്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോ ഓരോ ക്ഷേത്രങ്ങളിലും മതപാഠശാലകൾ സ്ഥാപിക്കണം. ആ മതപാഠശാലകൾ കേന്ദ്രീകരിച്ച് ആധ്യാത്മിക പഠനങ്ങൾ നടക്കണം. ഹിന്ദു മതം പ്രചരിപ്പിക്കാനും ഹിന്ദു മതം കുട്ടികളിൽ പഠിപ്പിക്കാനും തക്ക രീതിയിലുള്ള മതപാഠശാലകൾ വ്യാപകമായി സ്ഥാപിക്കണം. ഇതൊക്കെ ഉണ്ടായിരുന്നു. വല്ലയിടത്തും നടക്കുന്നുണ്ടോ ഇപ്പോ? എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ? ആരാണ് ഉത്തരവാദി? അപ്പൊ ഇതെല്ലാം ഗുരുതരമായ പ്രശ്നങ്ങളാണ്. അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഹിന്ദുക്കൾ സഹിച്ചോളണം, വിശ്വാസികൾ സഹിച്ചോളണം. അവര് പണം മാത്രം കൊടുത്താൽ മതി. അവര് പണം നിക്ഷേപിക്കേണ്ട, പണം കൊടുക്കേണ്ട വെറും ഏഴാംകൂലികളാണ് ഭക്തന്മാർക്ക് എന്ന ധിക്കാരം ദേവസ്വം ബോർഡിനുണ്ട്. ദേവസ്വം ബോർഡ് ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ട്. അതാണ് കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഗുരുതരമായ സ്ഥിതിവിശേഷം.